ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചച്ചാണകം നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാമോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പച്ചച്ചാണകം ഡയറക്റ്റ് ഈ ഒരു മഴക്കാലത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പച്ചച്ചാണകത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. നൈട്രജൻ നമുക്കറിയാം നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള വേരുകൾ വരാനും ഈ പറയുന്ന നൈട്രജൻ അത്യാവശ്യമാണ്. ഇല്ലെങ്കിലാണ് നമ്മുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നൈട്രജൻ്റെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പച്ചച്ചാണകം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈസി ആയിട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ജൈവവളങ്ങളോ ഡയറക്റ്റ് കൊണ്ട് ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ അത് ഇപ്പോൾ പറയുന്ന പോലെ പച്ചച്ചാണകം നമ്മൾ നേർപ്പിച്ചൊഴിച്ച് കൊടുക്കുക വെള്ളത്തിൽ ചേർത്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് ജീവാമൃതം പോലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ജീവാമൃതത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. കാര്യം ചെടികൾ വളരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായും അതുകൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ജീവാമൃതം തയ്യാറാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും വയ്ക്കാം. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പച്ചച്ചാണകം എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ചാണകമാണ്. ഇത് നമുക്ക് ഉണക്കാതെ എങ്ങനെയാണ് ചെടികൾക്ക് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ 1 കിലോ പച്ചച്ചാണകമാണ് എടുക്കണമെങ്കിൽ അതിന് നമുക്ക് 10 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ പച്ചച്ചാണകം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 കിലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 20 ലിറ്റർ വെള്ളം. ഇപ്പം ഞാനിവിടെ 1 കിലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ 10 ലിറ്റർ വെള്ളം. അപ്പോൾ അളവ് മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചാണകമെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിക്കുക. കട്ടയില്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ജൈവവളം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുളിപ്പിക്കാനും മറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ തെളിയെടുത്ത്, അതായത് മുകളിലെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു കപ്പ് കൊണ്ട് കോരി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. കലക്കി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചിരുന്ന ശേഷം നമുക്ക് മുകളിൽ നിന്ന് കോരി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചക്കറികൾക്കോ പഴവർഗ്ഗങ്ങൾക്കോ പൂച്ചെടികൾക്കോ അങ്ങനെ എല്ലാത്തിനും തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഞങ്ങൾ ചാണകവെള്ളം ഞങ്ങളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പയർ നട്ടിരിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒട്ടും കുറഞ്ഞു പോകരുത്. കൂടിപ്പോയാലും കുഴപ്പമില്ല. മഴക്കാലത്ത് അത്തരം പ്രശ്നങ്ങൾ വലുതായിട്ട് വരാറില്ല. പക്ഷേ വേനൽക്കാലത്ത് നമ്മൾ കടുപ്പം കൂട്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ലെയർ പോലെ മണ്ണിൻ്റെ മുകളിൽ ചെടിക്ക് ചുറ്റും രൂപപ്പെടുകയും അത് ജീവാണുക്കളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ എയർ സർക്കുലേഷൻ കുറയും. അങ്ങനെ ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോകരുത്. അത് മാത്രമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത്. മഴക്കാലത്ത് വലിയ പ്രശ്നം വരാറില്ല. മഴക്കാലത്ത് നമ്മൾ ചെടികൾക്ക് വളം ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മഴയില്ലാത്ത ഒരു ദിവസമായിരിക്കണം. അപ്പോൾ മഴ കുറവുള്ള ഒരു ചില ദിവസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് നൽകാനായിട്ട് നല്ലത്. ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട് എന്ത് വളം ഈ സമയത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇവിടെ പപ്പയും മോനും കൂടി അസോള വാരി ചെടിക്ക് ഇടാനുള്ള പരിപാടിയാണ്. അസോളയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നല്ലൊരു കാലിത്തീറ്റയാണ്. കോഴികൾക്കൊക്കെ നമുക്ക് സാധാരണ അവർക്ക് കൊടുക്കുന്ന തീറ്റയ്ക്കൊപ്പം മിക്സ് ചെയ്ത് ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. മുട്ടയ്ക്ക് നല്ല വലിപ്പം വയ്ക്കാനായിട്ട് അത് നല്ലതാണ്. നമ്മുടെ എല്ലാത്തരം കാലികൾക്കും ഇത് നമുക്ക് തീറ്റയ്ക്കൊപ്പം കൊടുക്കാം. കോഴിയെ വളർത്തുന്നവർക്ക് ഇത് ചിലവ് കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗം കൂടിയാണ് അസോള കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അസോള വളർത്തിക്കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യവും അവിടെ കുറവായിരിക്കും. ഞങ്ങളിത് ചെടികൾക്ക് വളമായിട്ട് നൽകാറുണ്ട്. അപ്പോൾ ഇത് നൈട്രജനും പ്രോട്ടീനും ഒക്കെ ചെടികൾക്ക് ലഭ്യമാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അസോള കൃഷി രീതിയെക്കുറിച്ച് ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് വയ്ക്കാം.
ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേർക്ക് നമ്മുടെ കൃഷിലോകം സബ്സ്ക്രൈബേഴ്സിനെയും അസോള കൊടുത്തിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അസോളയും ഏകദേശം തീർന്ന കണ്ടീഷനിലാണ്. കാര്യം മീൻ ആദ്യമൊന്നും ഇത് തിന്നത്തില്ലായിരുന്നു. അത് നമ്മുടെ മീനത് ശീലിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മീനിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായി വരുന്നു അപ്പം തന്നെ ഇത് തിന്ന് തീർത്ത് കളയും. നമ്മുടെ അടുത്തുള്ള കൃഷിക്കാരുടെയൊക്കെ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസോള വിത്ത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിഭവനിലൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കിട്ടുമെന്ന് ഒരുപക്ഷെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.